സോ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്രീമുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ചില ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ചില ക്രീമുകളുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെസിഫിക് അസുഖങ്ങളിൽ ചില ആളുകളിൽ ഡോക്ടേഴ്സ് തന്നെ കൊടുക്കുന്നതാണ് 1-2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്രീമുകളുണ്ട്. ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് കളർ പെട്ടെന്ന് വ്യത്യാസം വരുന്നത് കാണുമ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. ഇതിനകത്ത് കുറെ പ്രശ്നമുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാ അസുഖങ്ങൾക്കും പറ്റുന്ന ക്രീമല്ല, ഇത് വെളുക്കാനുള്ള ക്രീം ഒട്ടുമല്ല. അപ്പൊ ഇതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ട്, ഹൈഡ്രോക്വിനോൺ, റെറ്റിനോയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഇത് എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിന്റെ കട്ടി ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുറയ്ക്കും. കട്ടി കുറയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇമ്മ്യൂണിറ്റി പോയി കഴിയുമ്പോൾ സ്കിന്നിന് പിന്നെ പ്രതിരോധ ശേഷി ഇല്ലാണ്ടാവുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ പോലും ഭയങ്കരമായിട്ട് സ്കിന്ന് റെഡ്നെസ് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ പിമ്പിൾസ് വരാൻ തുടങ്ങും. യൂഷ്വലി പിമ്പിൾസ് വന്നു തുടങ്ങുമ്പോഴാണ് ആൾക്കാർ ഈ ക്രീം നിർത്തുക. അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ ആരെങ്കിലും ഒരു ക്രീം സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. മിനിമം അതിനകത്ത് ചിലപ്പോൾ സ്റ്റിറോയിഡുള്ള ക്രീം ആയിരിക്കാം, ഈ പറഞ്ഞ ഏതെങ്കിലും സാധനങ്ങൾ അതിനകത്തുണ്ടാവും. അങ്ങനത്തെ ക്രീമുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്കിന്ന് ഡാമേജ് ആവുകയും ചെയ്യും. ലോങ് ടേമിൽ സ്കിന്നിന് കുറെ പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്കറിയാത്ത രീതിയിലുള്ള ക്രീം ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ശരിയില്ല.